ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. അപ്പോൾ അന്നൊക്കെ ഞാൻ ഈ ഇവിടെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോകുമ്പോൾ അവർക്ക് അവിടെ കിട്ടുന്ന ആക്സെപ്റ്റൻസ് കാണുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ കിട്ടുന്നില്ല, എന്നെങ്കിലും ഒരിക്കൽ കേരളത്തിൽ ഇങ്ങനെ കിട്ടുമായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ ഞാൻ എടുക്കുന്ന ചിത്രങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ അതിനൊരു നിമിത്തമാകുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പൊതുധാരയിൽ മുമ്പൊക്കെ അദൃശ്യരും അസ്പൃശ്യരുമായിരുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൻ്റെ ആന്തരികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ താൻ പ്രവർത്തിക്കുന്ന കലാമാധ്യമങ്ങളിലേക്ക് ഏറ്റെടുത്ത ഒരു കലാകാരൻ്റെ ചലച്ചിത്ര യാത്രകളിലൂടെ ഇന്നത്തെയും നാളത്തെയും ആർട്ട് കഫേ. എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ പോലെയല്ല ഇന്ന് കുറച്ചും കൂടി അവർ വിസിബിളായി തുടങ്ങുന്നു. കേരളത്തിൽ തന്നെ ഒരുപാട് ആളുകൾ, എഴുത്തുകാരായാലും മേക്കപ്പിൻ്റെ ഫീൽഡിലായാലും അഭിനയത്തിൻ്റെ മേഖലയിലായാലും എല്ലാ മേഖലയിലും, മോഡലിങ്ങിൻ്റെ മേഖലയിലായാലും ഒക്കെ ട്രാൻസ്ജെൻഡേഴ്സ് വിസിബിളായിട്ട് വരുന്നു. മാധ്യമം ദിനപത്രം ഫോട്ടോഗ്രാഫർ പി അഭിജിത്ത് അവളിലേക്കുള്ള ദൂരം, എന്നോടൊപ്പം, ഐ ആം രേവതി തുടങ്ങിയ ഡോക്യുമെൻ്ററി സിനിമകളുടെയും അന്തരം എന്ന ഫീച്ചർ സിനിമയുടെയും സംവിധായകനാണ്. തൻ്റെ ഫോട്ടോ ഡോക്യുമെൻ്ററികളുടെയും ചലച്ചിത്രങ്ങളുടെയും നാൾ വഴികൾ ആർട്ട് കഫേയുമായി പങ്കിടുകയാണ് പി അഭിജിത്ത്. ഞാൻ സത്യത്തിൽ ഒരു 2006, 2007 ആ സമയത്താണ് കോഴിക്കോട് സിറാജ് എന്ന് പറഞ്ഞ പത്രത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് എൻ്റെ ഒരു സുഹൃത്തായ അജിലാൽ തമിഴ്നാട്ടിലുള്ള വില്ലുപുരത്ത് ഒരു ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഫെസ്റ്റിവൽ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു ഫെസ്റ്റിവലിൻ്റെ കുറച്ച് പടങ്ങളെടുക്കാൻ വേണ്ടിയിട്ട് അജിലാൽ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന വില്ലുപുരം എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നത്. അപ്പോൾ അത് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഫെസ്റ്റിവലാണ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ. അത് ഇന്ത്യയിൽ എല്ലാ ഭാഗത്തു നിന്നുള്ള ട്രാൻസ്ജെൻഡേഴ്സും ഒത്തുകൂടുന്നൊരു ഫെസ്റ്റിവൽ കൂടിയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ സത്യത്തിൽ ആദ്യമായിട്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരുമിച്ച് കാണുന്നത്. കാരണം അതിനു മുമ്പ് ഞാൻ ട്രാൻസ് ആയിട്ടുള്ള വ്യക്തികളെയൊന്നും നേരിട്ട് കണ്ടിരുന്നില്ല. ഈ ഒരു പർട്ടിക്കുലർ ഉത്സവത്തിന് അജിലാലിൻ്റെ കൂടെ പോകുന്ന സമയത്താണ് എല്ലാവരെയും കാണുന്നത്. അവിടുന്ന് ഒരുപാട് ചിത്രങ്ങളെടുത്തു. അപ്പോൾ അതിനുശേഷം അതിൽ പല ആളുകളായിട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ സംസാരിച്ചതിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് അവർ നേരിടുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് അവരുമായി സംസാരിച്ചപ്പോഴാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ മനസ്സിലുള്ളൊരു ബോധം എന്ന് പറയുന്നത് പൊതുബോധം എങ്ങനെയാണോ, അല്ലെങ്കിൽ പൊതുസമൂഹം എങ്ങനെയാണോ ഒരു ട്രാൻസ് വുമൺ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ കാണുന്നത്, അപ്പോൾ അതുപോലെയായിരുന്നു ഞാനും ചിന്തിച്ചിരുന്നത്. ഇവരെ നേരിട്ട് കണ്ട് അത് സംസാരിക്കുമ്പോഴാണ് ഒരു ട്രാൻസ് വ്യക്തി നേരിടുന്ന പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് എങ്ങനെയാണ് ഇവർ കാരണം നമ്മളവിടെ ഇവർക്ക് ഒരുമിച്ച് കാണുകയാണല്ലോ. പക്ഷേ ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത്, ഇവരെങ്ങനെയാണ് വീടുകളിൽ ഉണ്ടാവുക, എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അറിയാനുള്ളൊരു കൗതുകവും ഉണ്ടായി. അതോടൊപ്പം അതിനെ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ബുക്സൊക്കെ നോക്കി. പക്ഷേ അന്ന് ആ കാലത്ത് മലയാളത്തിൽ ആകെ ഉണ്ടായിരുന്നത് ജെറീന എന്ന് പറയുന്നൊരു ട്രാൻസ് വ്യക്തി എഴുതിയ പുസ്തകം മാത്രമേ ഉള്ളൂ. വേറെ പല പുസ്തകങ്ങളും നോക്കിയെങ്കിലും അങ്ങനെ ഒരു പുസ്തകങ്ങൾ വളരെ കുറവാണ്, കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി സംഗമ എന്നറിയുന്നൊരു ഓഫീസുണ്ട്, ഒരു NGO ഉണ്ട്. ആ NGO വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ ആ ഒരു വിവരം മാത്രമാണ് കിട്ടിയത്. ആ വിവരം വെച്ചിട്ട് ബാംഗ്ലൂരിൽ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ പോകാൻ തീരുമാനിക്കുക. അപ്പോൾ ആ തീരുമാനിച്ച സമയത്ത് ഞാൻ ഈ ആദ്യം പോയ അജിലാലിനോട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുന്നു. പക്ഷേ അജിലാൽ പറയുന്നു ഞാൻ ആ ഒരു പർട്ടിക്കുലർ ഉത്സവം കവർ ചെയ്യാൻ വന്നതാണ്, അപ്പോൾ എനിക്ക് അതിലേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഞാനത് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്കിത് ഫോളോ അപ്പ് ചെയ്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറുകയും അവിടെ പോയിട്ട് ഈ പറയുന്ന സംഗമ എന്ന് പറയുന്ന ഓഫീസിലെത്തുന്നു. അവരായി സംസാരിക്കുന്നു. ആ സമയത്ത് അവർ ആദ്യമൊന്നും ഫോട്ടോ എടുക്കാനൊന്നും അനുവദിക്കുന്നില്ല. അന്നത്തെ ഒരു കാലവും അങ്ങനെയായിരുന്നു. ഇന്നത്തെ പോലെ ട്രാൻസ്ജെൻഡേഴ്സിന് അത്ര വിസിബിലിറ്റി ഇല്ലാത്തൊരു കാലമാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇത്രയും കാലമായിട്ട് കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല, ഇനിയിപ്പോൾ നിങ്ങൾ പടം എടുത്തിട്ട് ഇവിടെ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഡിസ്കറേജ് ചെയ്തു. പക്ഷേ ഞാനത് അവിടെ നിന്ന് തിരിച്ചു പോരാതെ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നപ്പം
ലാസ്റ്റ് ഒരു വഴി തുറന്ന് കിട്ടുകയായിരുന്നു. കാരണം അവിടെ കന്നഡക്കാരിയായ സൗമ്യ എന്ന് പറയുന്ന ഒരു ട്രാൻസ് വുമൺ അവരെ വീട്ടിലേക്ക് എന്നെ വിളിക്കുന്നു. ഞാൻ അവിടെ പോകുന്നു. അപ്പോൾ അവിടെ പോകുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ടൊരു ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഒരു വീട് കാണുന്നത്. അപ്പോൾ ആ വീട് എന്ന് പറയുന്നത് വെറും ഒരു 3 മുറി വീടാണ്. അതൊരു അടുക്കള, ഒരു ബെഡ്റൂം, ഒരു ഹാള്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ അടുക്കളയിൽ ഒരു ട്രാൻസ് വുമൺ പാചകം ചെയ്യുന്നുണ്ട്. തൊട്ടപ്പുറത്ത് വേറൊരാൾ റൂമിൽ തുന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം കാണുന്നു. അപ്പോൾ അവരൊക്കെ ഫീമെയിൽ ഡ്രസ്സിലാണുള്ളത്. അപ്പോൾ അതുവരെ നമ്മളൊക്കെ ഇവിടെ കേരളത്തിൽ ആ കാലത്ത് പറഞ്ഞിരുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് ആണുങ്ങൾ തന്നെയാണ്. അവർ ഈ സെക്സ് വർക്ക് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ പെൺവേഷം കെട്ടി നടക്കുന്നതെന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് സംസാരിച്ചിരുന്നത്. പക്ഷേ ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഞാൻ കാണുന്നത് ഇവർ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഇവർ ജീവിക്കുന്നത് എങ്ങനെയാണ്, സത്യത്തിൽ ഇവർ സ്ത്രീകളെപ്പോലെ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാവുന്നത് ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ്. അതായിരുന്നു തുടക്കം. അവിടുന്ന് ഞാൻ കുറേ ചിത്രങ്ങളൊക്കെ എടുത്തു, അവരുമായി ഒരു ബന്ധം സ്ഥാപിച്ചു. പിന്നെ ഞാൻ തിരിച്ച് വന്നപ്പോൾ ഈ സംഗമ എന്ന് പറയുന്ന NGOയിലുള്ള ആളുകൾ എന്നെ ഒരു മലയാളിയായ ജെറീന എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെ ജെറീന വഴിയും ഈ പറയുന്ന സൗമ്യ വഴിയുമാണ് ഞാൻ ഈ ഒരു ഫോട്ടോസ് എടുക്കാനുള്ളതിൻ്റെ ഒരു തുടക്കം ഇടുന്നത്. പിന്നീട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരുപാട് ആളുകളുടെ ചിത്രങ്ങൾ എടുക്കാൻ സാധിച്ചു. ഒരു 18 വർഷത്തോളമായിട്ട് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റീനെ ഫോളോ ചെയ്ത് ചിത്രങ്ങളെടുത്തു. അതിൽ തന്നെ ആയിരക്കണക്കിന് പടങ്ങൾ, അതായത് 1000 അല്ല 10,000 പടങ്ങൾ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഈ കാലത്തുള്ള ഒരു കാലയളവിൽ കേരളത്തിലും ഒരുപക്ഷെ തമിഴ്നാട്ടിലുമൊക്കെ ഉണ്ടായിട്ടുള്ള ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുണ്ടായ ചേഞ്ചസും അവിടെ ഉണ്ടായ പ്രധാന സംഭവങ്ങളും ഒക്കെ പകർത്താനായി. 2007 ആദ്യമായിട്ട് ഞാൻ ഒരു ഫോട്ടോ എക്സിബിഷൻ ചെയ്യുന്നത്. അത് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് എക്സിബിഷൻ നടന്നത്. അപ്പോൾ അന്ന് ചെയ്ത എക്സിബിഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ജീവിത രീതി, അവരുടെ ഫെസ്റ്റിവൽ, പിന്നെ അതുപോലെ അവരുടെ ജൽസ എന്ന് പറയുന്നൊരു ചടങ്ങ്. അത് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് അന്ന് ഞാൻ ചിത്രങ്ങളൊക്കെ എടുത്തത്. അത് അർദ്ധരാത്രി അവരുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പുതിയ 2 പേര് വരുന്നതിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ്റെ ഒരുപാട് ചിത്രങ്ങൾ അന്ന് അതിലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കൂത്താണ്ടവർ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന വില്ലുപുരത്തെ ചിത്രങ്ങൾ, അത് താലികെട്ട് ചടങ്ങ് എന്ന് പറയുന്നൊരു ചടങ്ങാണ്. അപ്പോൾ അതിൻ്റെ കുറേ ചിത്രങ്ങൾ, പിന്നെ ഇവരുടെ വീടുകളിലുള്ള ചിത്രങ്ങൾ, പിന്നെ അതുപോലെ ഇവർ സെക്സ് വർക്ക് ചെയ്യുന്ന ഹമാം എന്ന് പറയുന്ന സ്ഥലത്തെ ചിത്രങ്ങൾ, അത്തരം ചിത്രങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു അന്ന് എക്സിബിഷൻ ചെയ്തത്. പിന്നീട് എക്സിബിഷൻ പല സ്ഥലത്തും കണ്ടക്ട് ചെയ്യുകയുണ്ടായി. പിന്നെ 2010 പുസ്തകം വരുന്നത്. ഈ പറയുന്ന ഫോട്ടോഗ്രാഫ്സൊക്കെ വെച്ചിട്ട് പ്രണത ബുക്സ് കൊച്ചിയാണ് ആ പുസ്തകം പുറത്തിറക്കിയത്. പിന്നെ അതിനുശേഷം തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എക്സിബിഷൻ ചെയ്തപ്പോഴാണ് അന്ന് സാമൂഹ്യനീതി മന്ത്രിയായിരുന്ന ഡോക്ടർ MK മുനീർ എക്സിബിഷൻ കാണുന്നതും അദ്ദേഹം ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതും. അപ്പോൾ അന്ന് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, കേരളത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടോ എന്നാണ്, നമ്മുടെ നാട്ടിലുണ്ടോ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് പേരുണ്ട്, പക്ഷേ അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ കാണുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അവർക്കിവിടെ ഇറങ്ങി നടക്കാനുള്ളൊരു സിറ്റുവേഷൻ ഇല്ല. ആ സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മളവരെ കണ്ടേക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് സാറിനെ പോലുള്ള ആളുകളാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്കത് നോക്കാം, ചെയ്യാം എന്നാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ പല ആക്ടിവിസ്റ്റുകളായ ആളുകളുടെയും പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്, സമരങ്ങൾ നടക്കുന്നുണ്ട്. അത് നോർത്ത് ഇന്ത്യയിലും ഉണ്ട്, സൗത്ത് ഇന്ത്യയിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ എത്ര പേര് കേരളത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഡോക്ടർ MK മുനീറിൻ്റെ അടുത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു അങ്ങനെ ഒരു സർവേ നടത്തി തരാൻ പറ്റുമോ. അപ്പോൾ എൻ്റെ ജോലി ഇങ്ങനെ ഒരു പത്രപ്രവർത്തന ജോലി ആയതുകൊണ്ടും തിരക്കുള്ളതുകൊണ്ടും അത് തിരുവനന്തപുരത്തുള്ള ഒരു NGOനെയാണ് അത് ഏൽപ്പിച്ചത്. ഞാനാണത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ചില്ല അനിൽ എന്ന് പറയുന്ന അദ്ദേഹവും പിന്നെ രേഷ്മ തോമസും ചേർന്നാണ് അന്ന് ആ സർവേ നടത്തിയത്. അപ്പോൾ രേഷ്മയാണ് അതിൻ്റെ ഡ്രാഫ്റ്റൊക്കെ തയ്യാറാക്കിയത്. അപ്പോൾ അങ്ങനെ അത് വന്നതിന് ശേഷം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ തന്നെ ഒരു ഫോട്ടോ ഡോക്യുമെൻ്ററി ട്രാൻസ് എന്ന് പറയുന്നത് ആ ഫോട്ടോ ഡോക്യുമെൻ്ററിയുടെ ചടങ്ങിൽ വെച്ചിട്ടാണ് ഡോക്ടർ മുനീർ ആദ്യമായിട്ട് കേരളത്തിൽ ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവരും എന്ന പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ അന്ന് ആ പ്രഖ്യാപനം വന്ന സമയത്ത് അതൊരു വലിയ വാർത്തയായിരുന്നു. കാരണം അതുവരെ കേരളത്തിൽ അങ്ങനെ ഒരു പോളിസി കൊണ്ടുവരുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഡിബേറ്റിലേക്ക് എത്തിയിരുന്നില്ല. അദ്ദേഹം അത് പറഞ്ഞ് ഒരു 4 മാസത്തിനകം ഔദ്യോഗികമായ പ്രഖ്യാപനവും നടന്നു.
അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ എൻ്റെ ചിത്രങ്ങൾ അവരുടെ സമര പോരാട്ടം, ഈ പോരാട്ടം നടത്തിയതൊക്കെ ട്രാൻസ്ജെൻഡേഴ്സാണ്. അപ്പോൾ അത്തരം അവരുടെ സമര പോരാട്ടങ്ങൾക്ക് ഒരു പിന്തുണ എന്ന രീതിയിൽ ഈ ചിത്രങ്ങൾക്കൊക്കെ നിൽക്കാനായി, ഈ ചിത്രങ്ങൾ കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാനായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ആണ് ട്രാൻസ്ജെൻഡർ പോളിസി മേക്കിങ്ങിന് ശേഷം 2016 ആ ഒരു സമയത്താണ് എനിക്ക് അതുവരെയുള്ള എൻ്റെ ചിത്രങ്ങളാണ് സംസാരിക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് സംസാരിക്കാനുള്ള ഒരു ചാൻസ് നമ്മുടെ സ്റ്റിൽ ഫോട്ടോസിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി അവർക്ക് സംസാരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കാം. അങ്ങനെയുള്ളൊരു തോട്ടാണ് സത്യത്തിൽ ഡോക്യുമെൻ്ററിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അന്ന് ഇന്നത്തെ പോലെ യൂട്യൂബിൽ അത്ര ഇതില്ല. അതായത് ഇന്നൊക്കെ യൂട്യൂബിൽ എല്ലാവരും സ്വയം അക്കൗണ്ട് എടുത്തിട്ട് റീൽസും പിന്നെ അതുപോലെ പല വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ അന്ന് 2016 ആ സമയത്ത് ഇന്നത്തെ പോലെ അത്ര യൂട്യൂബിൽ അത്ര വിസിബിളല്ല. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു സംഭവം ചെയ്താലോ എന്ന്. അങ്ങനെയാണ് ആ ഡോക്യുമെൻ്ററി വരുന്നത്. അത് സൂര്യ, ഇഷാൻ പിന്നെ ഹരിണി, അങ്ങനെ 2 ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ആ ഡോക്യുമെൻ്ററി ചെയ്തത്. അതിൻ്റെ പേര് അവളിലേക്കുള്ള ദൂരം എന്നായിരുന്നു. അത് കേരളത്തിനകത്ത് സ്ട്രഗിൾ ചെയ്ത് നിന്ന ഒരു വ്യക്തിയാണ് സൂര്യ. കേരളത്തിന് പുറത്ത് പോയി അവിടെ സ്ട്രഗിൾ ചെയ്ത് ജീവിച്ചൊരു വ്യക്തിയാണ് ഹരിണി, ബാംഗ്ലൂരിൽ. അപ്പോൾ ഈ 2 വ്യക്തികളുടെ, കേരളത്തിൽ നിൽക്കാൻ പറ്റാതെ പുറത്തു പോയ ഹരിണിയുടെയും കേരളത്തിനകത്ത് ഫൈറ്റ് ചെയ്ത് നിന്ന സൂര്യയുടെയും 2 പേരുടെയും ലൈഫിലൂടെയുള്ള ഒരു ജേണിയായിരുന്നു അവളിലേക്കുള്ള ദൂരം. അപ്പോൾ ആ ഒരു ഡോക്യുമെൻ്ററി 2016 ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് ഡോക്ടർ തോമസ് ഐസക്ക് മന്ത്രിയാണ് ഇനോഗ്രേറ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ പ്രദർശനം, ഫസ്റ്റത്തെ പ്രദർശനം. അത് ഇനോഗ്രേഷൻ കഴിഞ്ഞ ശേഷം, ഡോക്യുമെൻ്ററി കണ്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് 2 പ്രഖ്യാപനങ്ങൾ നടത്തി. ഒന്ന്, അവർക്ക് സ്കോളർഷിപ്പ്, പിന്നെ 2 അവർക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് EMS ഭവന പദ്ധതിയിൽ ഒരു വീട് വെക്കാനുള്ളൊരു പദ്ധതി. അങ്ങനെ 2 പദ്ധതികൾ അന്ന് തോമസ് ഐസക്ക് അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് സത്യത്തിൽ ഡോക്യുമെൻ്ററിയിലേക്ക് എത്തുന്നത്. പിന്നീട് എന്നോടൊപ്പം എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്ററി 2019 വരുന്നു. അതിനിടയ്ക്ക് ഞാൻ 2017 ട്രാൻസ്മാനെ കുറിച്ചിട്ട് ഒരു ഫോട്ടോ എക്സിബിഷൻ വരുന്നു. പിന്നെ 2022 അന്തരം എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഫിലിം വരുന്നു. അതിനുശേഷമാണ് ഈ ഐ ആം രേവതി അല്ലെങ്കിൽ ഞാൻ രേവതി വരുന്നത്. രേവതി ചേച്ചീനെ ഞാൻ പരിചയപ്പെടുന്നത് 2007 അപ്പോൾ അത് ഞാൻ ബാംഗ്ലൂരിൽ ഫോട്ടോസ് എടുക്കാൻ പോകുന്ന ഒരു സമയത്ത് ജെറീന എന്ന് പറയുന്ന മലയാളിയായ ട്രാൻസ് വുമൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ രേവതി ചേച്ചീനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് എന്നെ ജെറീന പരിചയപ്പെടുത്തിയത് ഉണർവും ഒരുമവും എന്ന് പറയുന്നൊരു പുസ്തകം എഴുതിയ ആളാണ് തമിഴിൽ. അപ്പോൾ അവരിപ്പോൾ ഒരു പുതിയ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ ഒരു ഓട്ടോബയോഗ്രഫി എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അന്ന് ഞാൻ കുറച്ച് ചിത്രങ്ങളൊക്കെ എടുത്ത് ഞാൻ മടങ്ങി. പിന്നീട് 2010 അവരുടെ അന്ന് പറഞ്ഞ ആ പുസ്തകം പുറത്തു വരുന്നത്. അത് ട്രൂത്ത് അബൌട്ട് മീ എന്ന് പറയുന്ന ഒരു പുസ്തകമായിരുന്നു. അത് ഇംഗ്ലീഷിലാണ് അത് പുറത്തു വന്നത്. അത് പെൻഗ്വിൻ ബുക്സാണ് പുറത്തിറക്കിയത്. അത് ഇന്ത്യയിൽ തന്നെ 320ഓളം യൂണിവേഴ്സിറ്റികളിൽ സിലബസിൽ ആ ബുക്കിൻ്റെ ഭാഗങ്ങളുണ്ട്. അവർ ആ ഒരു ബുക്ക് വന്നതോടുകൂടിയിട്ട് അത്രയും രേവതി എന്ന റൈറ്റർ ഇന്ത്യക്ക് പുറത്തും വളരെയധികം പ്രശസ്തിയായി. അപ്പോൾ രേവതി ചേച്ചി പലപ്പോഴായിട്ട് കേരളത്തിൽ വരുമ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ വരാറുണ്ട്. ഞാനിവിടെ കോളേജിലൊക്കെ പല പരിപാടികൾക്കും പലരും എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ട്. അതിനുശേഷം അവർ ആ പുസ്തകത്തിന് ശേഷം പിന്നീട് ലൈഫ് ഇൻ ട്രാൻസ് ആക്ടിവിസം എന്നിട്ടൊരു പുസ്തകം എഴുതിയിരുന്നു. പിന്നെ അതേപോലെ തന്നെ ആ ട്രൂത്ത് അബൌട്ട് മീയുടെ മലയാളം വെർഷൻ DC ബുക്സാണ് പുറത്തിറക്കിയത്. പിന്നെ അതിൻ്റെ തമിഴ് ബുക്ക് ഉണ്ടായിരുന്നു, പിന്നെ കന്നഡ ഉണ്ടായിരുന്നു. അങ്ങനെ പല ഭാഷകളിൽ ആ ബുക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലൊക്കെ രേവതി ചേച്ചി ഗസ്റ്റായിട്ട് പോയിട്ടുണ്ട്. അപ്പം അപ്പോഴേ എനിക്ക് അവരെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു ക്ലിയർ പിക്ചർ ഇല്ലായിരുന്നു. പക്ഷേ അവരെ ഡോക്യുമെൻ്റ് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അത്രയും അടുപ്പമുള്ള ഒരാളാണ്. പിന്നെ അവർ ഈ ഒരു രീതിയിൽ അവർ ഒരു അച്ചീവ് ചെയ്ത ഒരാളാണ്. അവർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വളരെ താഴേക്കിടയിൽ നിന്ന് ഒരു വലിയ എഴുത്തുകാരിയായി മാറിയ ഒരാളാണ്. അപ്പോൾ അവരെ ആയാലും ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയും കാലം മുന്നോട്ട് പോയി. അവർ ഡ്രാമ ചെയ്തു തുടങ്ങി. അവരെ ഈ ലൈഫ് സ്റ്റോറീനെ ബേസ് ചെയ്തിട്ട് തന്നെ വെള്ളൈമൊഴി എന്ന പേരിലൊരു ഡ്രാമ ചെയ്തു തുടങ്ങി. അപ്പോൾ ആ ഡ്രാമ വന്ന സമയത്താണ്
ഞാൻ അവരെ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് അത് ഏത് മീഡിയം വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് അപ്പോഴാണ്. അത് ഡോക്യുമെൻ്ററി ആകാം എന്ന് തീരുമാനിക്കുന്നത് അവരുടെ നാടകം കൂടി കണ്ടപ്പോഴാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു സാധനം, ഏറ്റവും ഏതൊരു ട്രാൻസ്ജെൻഡർ വുമണായ ഒരു വ്യക്തിയും ആദ്യം വരുന്നത് അവർ വീട്ടിൽ നിന്ന് ഓടിപ്പോവാണ്. ഇപ്പോൾ രേവതി ചേച്ചി അങ്ങനെ തന്നെയാണ്, വീട്ടിൽ നിന്ന് ഓടിപ്പോയ ഒരാളാണ്. അവർ ബാംഗ്ലൂരും ബോംബെയിലും ഡൽഹിയിലൊക്കെ ഹിജറ കമ്മ്യൂണിറ്റിയുടെ കൂടെ ജീവിക്കുകയും പിന്നീട് ബോംബെയിലൊക്കെ സെക്സ് വർക്കറായിട്ട് തന്നെ ജീവിച്ച് പിന്നീട് ബാംഗ്ലൂരിൽ വന്ന് ബാംഗ്ലൂരിൽ സംഗമ എന്ന് പറയുന്ന ഒരു NGOയുടെ ഭാഗമാവുകയും പിന്നീട് അതിൻ്റെ ഡയറക്ടറായി മാറുകയും അവിടെ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവർക്ക് വേണ്ടി അവകാശ പോരാട്ടങ്ങളിൽ പോരാളിയായി മാറുകയും ചെയ്ത വ്യക്തിയാണ്. പിന്നീട് ആണ് അവർ ഈ എഴുത്തുകാരിയാവുന്നതും പിന്നെ അതുപോലെ ഡയറക്ടറാവുന്നതൊക്കെ. സന്തോഷ് ശിവൻ്റെ നവരസ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നടൻ ജീവൻ്റെ കൂടെ തെനാവെട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ദിവ്യഭാരതി എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി ഫിലിം മേക്കറുടെ ജില്ലു എന്ന് പറഞ്ഞ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ വളരെ എല്ലാവരുമായിട്ട് അത്രയും അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണ്. പിന്നെ ഞാനിത് ഡോക്യുമെൻ്ററി ഫിക്സ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എല്ലാ വഴികളിലൂടെയും പോയ ഒരാളാണ് രേവതി ചേച്ചി. ഒരു ട്രാൻസ് വുമൺ ഏതൊക്കെ രീതിയിലൂടെയൊക്കെ പോകുന്നു അതൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് അവർ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഡിവോഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരാളിൽ സംഭവിക്കുകയാണ്, വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നതും. അപ്പം ചില ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ലൈഫിൽ ചില കാര്യങ്ങളാണ് നടക്കുക, പക്ഷേ രേവതി ചേച്ചിൻ്റെ ലൈഫിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. അപ്പം അവരുടെ ഒരു ലൈഫ് പറയുമ്പോൾ ഒരു ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പറയാൻ പറ്റും. ഈ ഒരൊറ്റ ഡോക്യുമെൻ്ററി കാണുന്നതിലൂടെ ആ കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രശ്നങ്ങളും എല്ലാം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഐഡിയ തോന്നിയപ്പോഴാണ് ഞാൻ അവരെ എന്തായാലും ഈ രീതിക്ക് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ അവരുടെ ഡ്രാമ ഞാൻ കാണുകയുണ്ടായി. ഇപ്പോൾ ഡ്രാമയും അവരുടെ ലൈഫും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഡോക്യുമെൻ്ററി ചെയ്തത്. പിന്നെ ഇതൊരു ടിപ്പിക്കൽ ഡോക്യുമെൻ്ററി അല്ല, കാരണം സാധാരണ പോലെ ബൈറ്റ് പറയുന്ന പോലെ അങ്ങനെയല്ല. പക്ഷേ ഇതിൽ സംഭാഷണങ്ങളുണ്ട്. പക്ഷേ സംഭാഷണങ്ങളിലൂടെയും നാടകത്തിലൂടെയും എല്ലാമായിട്ട് അവരെ ലൈഫ് മുന്നോട്ട് പോകുന്നതും അവരുടെ ലൈഫ് മാത്രമല്ല ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രശ്നങ്ങൾ പോലും ഈ ഡോക്യുമെൻ്ററി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററിയാണ്. പക്ഷേ ഇതിൻ്റെ ആദ്യത്തെ പ്രദർശനം നടക്കുന്നത് കോഴിക്കോട് IFFK എന്ന് പറയുന്ന സ്വതന്ത്ര ചലച്ചിത്രമേളയിലാണ്. അപ്പോൾ അവിടെ ഈ സിനിമ കണ്ട് ഇറങ്ങിയവരെല്ലാവരും പറഞ്ഞത് ഈ 2 മണിക്കൂർ പോയത് അറിഞ്ഞിട്ടില്ല, കാരണം അത്രയും വേഗത്തിലാണ് 2 മണിക്കൂർ കടന്നു പോയത്. അപ്പോൾ അത് ഒരു ഫീച്ചർ ഫിലിം കാണുന്ന ലാഘവത്തോടെ എനിക്ക് അത് കാണാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു പക്ഷേ ഈ സിനിമയുടെ ഒരു വിജയം. എൻ്റെ ഒരു തോട്ട് ഇത്രയും സമയം എങ്ങനെ ആളുകൾ കണ്ടിരിക്കും എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ ആ ആശങ്ക ഈ ഒരു ഫെസ്റ്റിവലിലൂടെ വഴിമാറി. സ്വന്തം കലാജീവിതത്തെക്കുറിച്ചും ട്രാൻസ്ജെൻഡർ സമൂഹത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചുമുള്ള തൻ്റെ നിരീക്ഷണങ്ങളുമായി P. അഭിജിത്ത് നാളെ എത്തും വീണ്ടും ആർട്ട് കഫേയിൽ. നിർവഹണ സഹായം ചന്ദന S. ആനന്ദ്, അഖിൽ K. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.